നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഈ ആഴ്ചയിലെ ലോട്ടറി നമ്പറാണ്. ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന നമ്പർ, അതായത് 5000 രൂപ അടിക്കാവുന്ന 4 അക്ക നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ 4 അക്ക നമ്പർ എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരക്ക നമ്പർ മതി, ചിലർക്ക് 2 അക്ക നമ്പർ വേണം, ചിലർക്ക് 3 അക്ക നമ്പർ വേണം, ചിലർക്ക് 4 അക്ക നമ്പർ വേണം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നവർക്ക് ഓരോരുത്തർക്കായിട്ടും ഓരോ നമ്പർ ഇടുന്നതിൽ ഭേദം ഈ 4 അക്ക നമ്പർ ഒന്നിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൽ നിന്ന് തന്നെ 1 അക്കവും 2 അക്കവും 3 അക്കവും എടുക്കാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇതിലെ 1 അക്ക നമ്പറോ 2 അക്ക നമ്പറോ 3 അക്ക നമ്പറോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയും. അപ്പൊ ലോട്ടറി അടിക്കാവുന്ന 5000 രൂപ അടിക്കാവുന്ന 4 അക്ക നമ്പറാണ് ഞാനിപ്പോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. കുടുംബ ദേവതകളെ പ്രാർത്ഥിച്ചിട്ട് വേണം ലോട്ടറി എടുക്കാൻ. അതായത് ഒരു കുടുംബത്തിൽ എന്ത് നടന്നാലും ആ കുടുംബ ദേവത അറിഞ്ഞിരിക്കണം. അപ്പൊ കുടുംബ ദേവത ഉള്ളവര് ആ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട്, അല്ലെങ്കിൽ കുടുംബ ദേവതയെ സ്മരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ലോട്ടറി എടുക്കാം. എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി: എന്റെ കുടുംബ പരദേവതകളെ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലെ ദേവതകളെ, അല്ലെങ്കിൽ എന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ലോട്ടറി കിട്ടണം എന്നുള്ള ഒരു നല്ല മനസ്സോടുകൂടി ലോട്ടറി എടുക്കണം. മനസ്സില്ലാ മനസ്സോടെ ആരും ലോട്ടറി എടുക്കരുത്. ഈ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഒരു പോസിറ്റീവ് എനർജി, അല്ലാതെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഒരു വഴിപാട് പോലെ ഒരു ലോട്ടറി എടുത്താൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അടിക്കണമെന്നില്ല. അപ്പോൾ ലോട്ടറി എടുക്കുമ്പോൾ നല്ല പ്രസന്നതയോടും അതോടൊപ്പം തന്നെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി വേണം ലോട്ടറി എടുക്കാൻ. അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നമ്പറാണ് പറയുന്നത്. സംഖ്യാശാസ്ത്ര പ്രകാരം എന്റെ ഈ വീഡിയോ കാണുന്നവര് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ നമ്പർ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണമെന്നും ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. അപ്പൊ ഞാനിവിടെ പറയുന്നത് സംഖ്യാശാസ്ത്രപരമായ ചില കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ഈ ആഴ്ചയിലെ ചില ഭാഗ്യ നമ്പറുകളാണ്. അതും 4 അക്ക നമ്പറുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ ഞാൻ നമ്പർ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ അത് എഴുതിയെടുക്കണം. 4 അക്ക നമ്പർ തുടങ്ങാം. 2602, അതായത് 2602 4 അക്ക നമ്പറാണ്. അടുത്ത 4 അക്ക നമ്പർ 5814, 5814 4 അക്ക ഇല്ലേ. അടുത്ത 4 അക്ക നമ്പർ 9037, 9037 ഈ 4 അക്ക നമ്പർ. അടുത്ത 4 അക്ക നമ്പർ 4491, 4491. അടുത്ത 4 അക്ക നമ്പർ 7325, 7325. ഇനി ഇത് കഴിഞ്ഞ് വരുന്ന 4 അക്ക നമ്പർ 11, അതായത് 1159, 1159. അടുത്ത നമ്പർ 3782, 3782. ഇത് കഴിഞ്ഞാൽ 6406, 6406.
8243 8243 5971. അടുത്ത നമ്പറാണ് ഈ പറയുന്നത് 5971. അടുത്ത നമ്പർ 2068 2068 9314 9314. ഇതാണ് 4 അക്ക നമ്പർ. അപ്പൊ അതില് നിങ്ങൾക്ക് കിട്ടാവുന്ന നമ്പർ, ഇപ്പൊ ഈ നമ്പർ എല്ലായിടത്തും കിട്ടിയെന്ന് വരില്ല. അപ്പൊ കിട്ടാവുന്ന നമ്പർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം, എന്നിട്ട് അത് എടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി വേണം നമ്പർ എടുക്കാൻ. ഈ നമ്പർ നിങ്ങൾക്ക് സ്ഥിരമായി എടുത്ത് പരീക്ഷിക്കാം. ഇനിയിപ്പോ ഈ നമ്പർ തന്നെ ഇനിയിപ്പോ അടുത്ത ആഴ്ചയിൽ ഇടുന്ന നമ്പർ വേറെ ആയിരിക്കും. ഓരോ ആഴ്ചയിലെയും ഗ്രഹങ്ങളുടെയും മറ്റു ഭാഗ്യ നമ്പറുകളൊക്കെ നോക്കിയിട്ടാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ടുള്ള നമ്പറാണ് ഇടുന്നത്. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത ആഴ്ചയിലും ഈ നമ്പർ തന്നെ പിടിച്ചു കളിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഈ നമ്പർ വീഴാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ നമ്പർ നിങ്ങൾക്ക് സ്ഥിരമായി എടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം എടുത്ത് കിട്ടിയില്ലെങ്കിൽ വീണ്ടും സ്ഥിരമായി എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും അടിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നതാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ടിക്കറ്റ് എടുക്കുന്നത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് കേട്ടോ. ഈശ്വരവിശ്വാസികളായ ആൾക്കാർക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാൻ കൃഷ്ണന്റെ ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ടിക്കറ്റ് എടുക്കുന്നത് പരീക്ഷിക്കാവുന്നതാണ്. കാരണം വേഴഗ്രഹത്തിന്റെ ദേവനാണ് കൃഷ്ണൻ. അതുകൊണ്ടാണ് ഈ വേഴഗ്രഹം ആരാണ്? അത് ധനത്തിന്റെ കാരകത്വം ആണ്. ഈ ധനഗ്രഹമാണ് വേഴം. അപ്പൊ ധനകാരകനാണ് വേഴം. അതുകൊണ്ടാണ് വേഴത്തിന്റെ ദേവതമാരായ മഹാവിഷ്ണുവും കൃഷ്ണനും ഇവരെ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി വന്ന് ടിക്കറ്റ് എടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ദൈവാദിനം അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ ലോട്ടറി എന്ന ഈ ആഴ്ചയിലെ ലോട്ടറി എന്ന വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.